കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കുട്ടിയാണ് കുടുംബശ്രീ. ഇടതുപക്ഷം കൊണ്ടുവന്നതാണ് കുടുംബശ്രീ. ആലപ്പുഴയിലാണ് അതിന്റെ ജനനം. നമസ്കാരം. 1998 ആലപ്പുഴയിൽ ഒരു കൊച്ചു ജനിച്ചു. മൂലമായിരുന്നു നക്ഷത്രം. അരനാഴിക കഴിഞ്ഞിരുന്നെങ്കിൽ മൂലം പൂരാടമായേനെ. ചുവന്ന റോസാപ്പൂവിൻ്റെ നിറമായിരുന്നു ആ കുഞ്ഞിന്. ആ കുഞ്ഞ് വലിയ വായിൽ കരഞ്ഞു. അതൊരു മുദ്രാവാക്യം പോലെയാണ് കമ്മ്യൂണിസ്റ്റുകാർക്ക് തോന്നിയത്. അടുപ്പൂതി ഊതി തേഞ്ഞുപോയ അമ്മമാർ അതിനെ ലാളിച്ചു. കൈ വളരുന്നോ കാല് വളരുന്നോ എന്ന് നോക്കി വളർത്തി. 28-ാം പക്കം പേരിട്ടു കുടുംബശ്രീ. നല്ല ശ്രീയുള്ള കുട്ടിയായിരുന്നു അവൾ. ചുവന്ന മണ്ണിൽ ചുപ്രനക്ഷത്രമായി അത് വളർന്നു. ജന്മരാശിയും കൂറും വെച്ച് അവൾ ഇടതുപക്ഷക്കാരിയായി മാറി. ആ കുട്ടിക്കിപ്പോൾ 28 വയസ്സാകുന്നു. വല്ല കല്യാണാലോചനയും നടക്കുന്നുണ്ടോ യു പ്രതിഭ MLA നിങ്ങളുടെ ഈ കുടുംബശ്രീ എന്ന കുട്ടിക്ക്? ടീച്ചറമ്മയുടെ തൊഴിലുറപ്പ് ചരിതത്തിന് ശേഷം കായംകുളത്തെ പ്രതിഭാവിലാസം അവതരിപ്പിച്ച കുടുംബശ്രീ ചരിതമാണ് നിങ്ങൾ ആദ്യം കേട്ടത്. കുടുംബശ്രീക്കാരെല്ലാം CPMകാർ ആയിരിക്കണമെന്ന് വല്ല നിയമവും ഉണ്ടായിരുന്നോ എന്തോ? അരിച്ചിട്ടിയും കുറിച്ചിട്ടിയും അത്തച്ചിട്ടിയും നടത്തി നാട്ടിലെ സ്ത്രീകൾ സന്തോഷത്തോടെ കുടുംബശ്രീയിൽ ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നു. അവർ രാഷ്ട്രീയം നോക്കാറില്ല. ഇപ്പോഴവർക്കിടയിലും കുത്തിത്തിരിപ്പായി ഇറങ്ങിയിരിക്കുകയാണ് അടുത്ത കമ്മ്യൂണി ആൻറ്റി. എല്ലാത്തിലും കയറി അവകാശമങ്ങ് സ്ഥാപിക്കുകയാണല്ലോ. ഉണ്ടാക്കിയതിൻ്റെ മുഴുപ്പങ്ങ് പറയുകയാണ്. 98 നായനാരുടെ കാലത്ത് പ്രധാനമന്ത്രി വാജ്പേയി മലപ്പുറത്താണ് കുടുംബശ്രീയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. കുടുംബശ്രീ സ്വന്തം കുട്ടിയായിരുന്നെങ്കിൽ അതിൻ്റെ ഉദ്ഘാടനം നായനാർക്കങ്ങ് ചെയ്താൽ പോരായിരുന്നോ? സ്ത്രീകൾ കഠിനാധ്വാനത്തിലൂടെ ഒന്നിച്ചു മുന്നേറിയതിൻ്റെ ഫലമായി കുടുംബശ്രീ അങ്ങ് വളർന്നു. അവരുടെ നിക്ഷേപം കൊണ്ട് മാത്രം പ്രവർത്തിക്കുന്ന സഹകരണ സംഘങ്ങൾ ഏറെയുണ്ട് നാട്ടിൽ. അവർക്കിടയിൽ പ്രത്യക്ഷ രാഷ്ട്രീയം ഒന്നും തന്നെയില്ല. പക്ഷേ ആ കൊച്ചിനെ മടിയിലെടുത്തു വെച്ച് ലാളിച്ച് പ്രതിഭ ചേച്ചി അടങ്ങുകയുള്ളൂ. കുടുംബശ്രീയെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ഉപയോഗിച്ചത് കമ്മ്യൂണിസ്റ്റുകാരാണ്. അവരുടെ ജാഥകൾക്കും നേതാക്കൾ വരുമ്പോൾ താലപ്പൊലിയെടുക്കാനും ഈ സ്ത്രീകളെ അവർ സമർത്ഥമായി ഉപയോഗിച്ചു. ഇപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാക്കിയതിനാൽ പ്രകടന തൊഴിലാളികളാകാൻ പെണ്ണുങ്ങൾ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ CPMൻ്റെ പല സദസ്സുകളും ശുഷ്കമായി. കുടുംബശ്രീയുടെ മാതൃത്വം ഏറ്റെടുക്കാതെ സ്വന്തം കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ജാഗ്രതയോടെ ഉണർന്ന് പ്രവർത്തിക്കുകയാണ് ഓരോ സഖാത്തിയും ചെയ്യേണ്ടത്, പ്രത്യേകിച്ചും യു പ്രതിഭ. അല്ലെങ്കിൽ ഓമത്തണ്ടും പുകക്കുഴലുമായി പിള്ളേരിറങ്ങി പുകയൂതും. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ സകലതിൻ്റെയും പിരി ഇളകിയിരിക്കുകയാണ്. കായംകുളം വാളുപോലെ എന്തോ ഒന്ന് പ്രതിഭയുടെ തലയ്ക്ക് മുകളിലും തൂങ്ങിയിട്ടുണ്ട്. പാവം പിടിച്ച കുടുംബശ്രീക്കാരെ മുഴുവൻ കമ്മികൾ വിരട്ടുന്നത് ഇത് ഞങ്ങളുണ്ടാക്കിയതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ്. കുടുംബശ്രീക്കാരെല്ലാം ഇടതുപക്ഷത്തിനെ വോട്ട് ചെയ്യാവൂ അത്രേ. UDF വന്നാൽ കുടുംബശ്രീ പൂട്ടും. ബാങ്കിലെ നിക്ഷേപമെല്ലാം സോണിയാഗാന്ധി കൊണ്ടുപോയി അടുക്കളയിൽ വയ്ക്കും. ഭരണമില്ലാഞ്ഞിട്ട് ശബരിമലയിലെ സ്വർണം മുഴുവൻ സോണിയ തട്ടിയെടുത്തു. ഇങ്ങനെയൊക്കെ ആയിരിക്കും തെരഞ്ഞെടുപ്പ് പ്രചാരണം. ആലപ്പുഴയിൽ ജനിച്ച കുടുംബശ്രീ എന്ന കുട്ടിയുടെ നൂലുകെട്ടിന് 4.5 പവൻ്റെ വളയാണ് പ്രതിഭയെന്ന് ഇട്ടുകൊടുത്തത്. കാതുകുത്ത് കല്യാണത്തിന് അമ്മാവന്മാരായി പോയത് ആലപ്പുഴയിലെ സഖാക്കളായിരുന്നു. 8 കൂട്ടം പലഹാരവും അപ്പക്കുട്ടയും ചുമന്ന് ഗോവിന്ദനും പോയിരുന്നു. കുടുംബശ്രീയുടെ മാതൃത്വം ഏറ്റെടുത്ത യു പ്രതിഭ സംസാരിച്ച ശേഷം വന്ന വാർത്തയിൽ ഇങ്ങനെയൊന്നും കേട്ടു. കേന്ദ്ര സഹായത്തോടെ കുടുംബശ്രീ നടപ്പിലാക്കിയ നൈപുണ്യ വികസന പദ്ധതിയിൽ വലിയ ക്രമക്കേടുകൾ ഉണ്ടായതിനെ തുടർന്ന് ആലപ്പുഴയിലെ കുടുംബശ്രീ മിഷൻ ഓഫീസിൽ വിജിലൻസ് പരിശോധന നടത്തി. ഇടതുപക്ഷത്തിൻ്റെ ഈ കുട്ടിയെയും വെറുതെ വിടുന്ന മട്ടല്ല. അവിടെയും മോഷ്ടിക്കാൻ വല്ലതും കിട്ടുമോ എന്ന് പരതി കാണും. എന്തൊക്കെ കണ്ണുപൊട്ടിക്കുന്ന കള്ളങ്ങൾ പറഞ്ഞാലും ചൊക്കളോത്തി അടിച്ചാലും വേണ്ടില്ല, ഒന്നുകൂടെ വന്നില്ലെങ്കിൽ ഈ അന്തങ്ങളുടെ എല്ലാം തലയിൽ പിരിവെട്ടും. അധികാരമില്ലാതെ ഇനി അവർക്ക് ഇരിക്കപ്പുറതിയില്ല. അത്രമേൽ അർമാദിച്ച 10 വർഷങ്ങളാണല്ലോ കടന്നു പോകുന്നത്. ഓരോ രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴും ആധി കൂടുകയാണ്. സന്ധ്യയ്ക്ക് മുമ്പ് നാണക്കേടിൻ്റെ ഓടയിൽ ചെന്ന് വീഴുകയും ചെയ്യും ഈ പാർട്ടിയും സർക്കാരും. കാര്യം മോഷണമാണ്, ഫണ്ട് വെട്ടിക്കലാണ്, ഗുണ്ടായിസമാണ് എന്നൊക്കെ പറഞ്ഞാലും അവരെന്തെല്ലാം ഈ നാടിനു വേണ്ടി ഉണ്ടാക്കി തന്നു. അങ്ങനെ നോക്കിയാൽ ഈ നാട്ടിലെ കോൺഗ്രസ്സുകാരും കേരള കോൺഗ്രസുകളും BJPയും ലീഗും എല്ലാം കൂടി ചേർന്ന് ഒരു തീറാധാരമുണ്ടാക്കി കേരളത്തെ പിണറായി വിജയൻ്റെ പേരിൽ എഴുതി കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ കേരളം എന്നൊന്നും എഴുതിയാൽ വിദേശത്ത് നിന്നും നമുക്ക് കത്തുകളൊന്നും കയ്യിൽ കിട്ടില്ല. പേരും വീട്ടുപേരും എഴുതിയ ശേഷം കെയർ ഓഫ് പിണറായി വിജയൻ നവകേരളം എന്നെഴുതണം. കേരളമെന്നെഴുതിയ കത്തുകളൊന്നും ഡെലിവർ ചെയ്യുന്നില്ല. പിണറായി വിലാസത്തിൽ ജീവിച്ചു പോരുന്ന മനുഷ്യരൊക്കെ CPMന് വോട്ട് ചെയ്തേ പറ്റൂ. നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പോകുമ്പോൾ എല്ലാം കൂടി അങ്ങ് കൊണ്ടുപോകുമോ എന്ന്. എന്തെങ്കിലുമൊക്കെ ബാക്കി വച്ചാൽ ഭാഗ്യമെന്നേ ഇവരുടെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റൂ. ശൈലജ അടിച്ച അടിക്കുമേൽ ആർക്കും ഇനി ഒന്നും അടിക്കാൻ കഴിയില്ല എന്ന് കരുതിയിരിക്കുമ്പോഴാണ്
പ്രതിഭ കുടുംബശ്രീയുടെ പേരെടുത്ത് കൊച്ചിനെ സ്വന്തമാക്കിയത്. പാർട്ടി ക്ലാസ്സിന് പോകാതെ തന്നെ സ്വന്തമായി ഇങ്ങനെ തട്ടിമൂളിക്കാൻ പ്രാപ്തിയുള്ള വനിതാ നേതാക്കളാണ് ഈ പാർട്ടിയുടെ ഐശ്വര്യം. ഈ ഐശ്വര്യമെല്ലാം താങ്ങാനുള്ള കരുത്ത് AKG സെന്ററിന് എങ്ങനെയുണ്ടായി? ഐശ്വര്യവതികളായ കമ്മിണികളുടെ നുണപറച്ചിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ കരുത്ത്. ഒരു പിടി അരി എടുത്തുകൊണ്ട് 10 സ്ത്രീകൾ അവരുടെ വീട്ടുമുറ്റത്തിരുന്ന് രൂപീകരിച്ച സംരംഭമാണ് സഖാവ് VK നായനാരുടെ കാലത്ത്. അതാണ് ആലപ്പുഴയിൽ 10 പെണ്ണുങ്ങൾ ഒരു പിടി അരി വാരി വെച്ചാൽ പൊങ്കാലയാകും. പക്ഷേ കുടുംബശ്രീ ആകില്ല. അത് കുടുംബശ്രീ ആകണമെങ്കിൽ ചില്ലറ പണിയൊന്നും പോരാ. ഇത്ര അധ്വാനിച്ചുണ്ടാക്കിയ കുടുംബശ്രീയെ മലപ്പുറത്ത് വന്ന് വിളക്ക് കൊളുത്തി വാജ്പേയി ഉദ്ഘാടനം ചെയ്തുവെങ്കിൽ കേന്ദ്ര സഹായം കൂടി കിട്ടിയിട്ടുണ്ടാകണം. കോൺഗ്രസിൻ്റെ തൊഴിലുറപ്പ് പദ്ധതിയെ സ്വന്തം പേരിൽ കൂട്ടിയവരാണ് ഇവർ. ശൈലജ പിറക്കാതെ പോയ ഉണ്ണിക്കുട്ടനായിട്ടാണ് പിണറായി വിജയനെ സങ്കല്പിക്കുന്നത്. ആലപ്പുഴയിൽ പിറന്ന കുട്ടിയായിട്ടാണ് പ്രതിഭ കുടുംബശ്രീയെ സങ്കല്പിക്കുന്നത്. രക്തസാക്ഷി ഫണ്ട് കട്ട MLA പറയുന്നത് ഞാൻ ശ്രീകൃഷ്ണനാണെന്നാണ്. എന്തൊരു കടുപ്പമാണോ ഇതൊക്കെ! ബിന്ദുവാണെങ്കിൽ തലയിലിരിക്കുന്ന വീടിൻ്റെ ഭാരം കാരണം അനങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായി. വീണ ജോർജ് സൂമ്പയും കളിക്കും, മറ്റു ചിലപ്പോൾ സങ്കടം കൊണ്ട് തുലാഭാരത്തിലെ ശാരദയുമാകും. പ്രതിഭയ്ക്ക് ഈ ഭരണകാലം മറക്കാൻ കഴിയാത്തതാണല്ലോ. ഓമത്തണ്ടിലൂടെ പുകയൂതി വിട്ട പിള്ളേരെ എക്സൈസ് ഓടിച്ചിട്ട് പിടിച്ചു. അതിലൊരാൾ പ്രതിഭയുടെ മകനായതോടെ കഥയാകെ മാറിമറിഞ്ഞു. എൻ്റെ മകൻ കൃഷ്ണനുണ്ണി കൃഷ്ണാട്ടത്തിന് പോകേണം, ഇങ്ങനെ പാടിക്കൊണ്ട് പ്രതിഭ മുടി വാരിക്കെട്ടി അങ്ങിറങ്ങി. അതോടെ എക്സൈസുകാരുടെ കഥ കഴിഞ്ഞു. മന്ത്രിമാർ ഉണർന്നു. സജി ചെറിയാന് സഹിച്ചില്ല ആ ദുഃഖം. ഞാനും MDയും എത്രമാത്രം ബീഡി വലിച്ചവരാണെന്നായി അറിയാൻ. കേട്ടാൽ തോന്നും MDക്ക് മുൻപേ ജ്ഞാനപീഠം കയറിയ ആളാണ് സജി ചെറിയാനെന്ന്. എന്തിൻ്റെയെങ്കിലും പിതൃത്വവും മാതൃത്വവും ഏറ്റെടുക്കാൻ മറന്നുപോയിട്ടുണ്ടെങ്കിൽ CPM നേതാക്കൾ എത്രയും വേഗം അക്കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടതാണ്. എല്ലാം മറ്റവന്മാർ കൊണ്ടുപോയതിനു ശേഷം പിന്നെ മോങ്ങിയിട്ട് കാര്യമില്ല.